ഹായ് എവ്രി വൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയൻ ചക്കയും പരിപ്പും കൂടിയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം ഇടിയൻ ചക്കയും ഒരു അര കപ്പ് പരിപ്പും കൂടി വേവിച്ച് ഉടച്ച് എടുത്തിട്ടുണ്ട്. പരിപ്പ് കുക്കറിലിട്ട് പകുതി വേവിക്കുക. അതിനുശേഷം ഇടിയൻ ചക്ക ഇട്ട് കൊടുത്ത് രണ്ടും കൂടി ഒരുമിച്ച് വേവിച്ചിട്ട് ഉടച്ചെടുത്തിരിക്കുന്നതാണ് ഇത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു പിടി ചുമന്നുള്ളി, 7 അല്ലി വെളുത്തുള്ളി, 3-4 വറ്റൽമുളക് ചതച്ചെടുക്കുക. പിന്നീട് മസാലകളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ എടുക്കുക. ഉപ്പ് 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, മുളക് പൊടി 1/2 സ്പൂൺ എന്നിങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ചട്ടി ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം വെളിച്ചെണ്ണ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുക് നന്നായി പൊട്ടി വന്ന ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചുമന്ന മുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഉള്ളിയും മുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ട് ബ്രൗൺ കളറായി വരണ വരെ അടി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചക്കയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡൈജഷനും വെയ്റ്റ് ലോസിനും ഹാർട്ട് ഹെൽത്തിനും ഐ ഹെൽത്തിനും ബോൺ ഹെൽത്തിനും സ്കിൻ മോയ്സ്ചറൈസേഷനും ഒക്കെ നല്ലതാണ്. ഇനി നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. വേപ്പില ഈ സമയത്ത് തന്നെ ആഡ് ചെയ്യണം, നേരത്തെ ആഡ് ചെയ്യരുത്. കാരണം വേപ്പിലയുടെ ആ മണം ചക്കയിലേക്കും ഉള്ളിയിലേക്കൊക്കെ നന്നായി പിടിച്ചു വരണമെങ്കിൽ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്യണം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയുടെ പച്ചമണം മാറി വരണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം നന്നായി മാറി വന്ന ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വേവിച്ച് ഉടച്ച് വച്ചിരിക്കുന്ന ഇടിയൻ ചക്കയും അതുപോലെ തന്നെ പരിപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാവുന്നതാണ്, കാരണം നമ്മുടെ ഉള്ളിയും മുളകും അതുപോലെ തന്നെ ചക്കയിലേക്ക് നന്നായി പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചക്ക ഉള്ളി മുളകൊക്കെ ആയിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നന്നാവും.